മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ. വളരെ പ്രധാനപ്പെട്ട ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഇതില്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റുന്നതും എന്നാൽ പിള്ളേർക്ക് വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നതുമായിട്ടുള്ള ഒരു ഏരിയ ആണ് പ്രീമിയം മെത്തേഡ് ഗുഡ് വില്ലിൻ്റെ ട്രീറ്റ്മെൻറ്റ്. 4 മാർക്കിൻ്റെ ജേണൽ എൻട്രീസ് ആയിട്ടാണ് ഈ ചോദ്യം നമുക്ക് ചോദിക്കുന്നുണ്ടാകാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ, സിമ്പിൾ ടെക്നിക്കോട് കൂടിയിട്ട് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. നമുക്ക് നോക്കാം. വേറെ നമുക്ക് ഡീറ്റെയിൽസ് ഒന്നും ആവശ്യമില്ല. നമ്മൾ നോക്കുന്നത് പ്രീമിയം മെത്തേഡാണ്, ട്രീറ്റ്മെൻറ്റ് ഓഫ് ഗുഡ് വില്ല്. ഓക്കെ, സോ ഇത് കുറച്ച് ജേണൽ എൻട്രീസ് ആണ്. കുറച്ച് ജേണൽ എൻട്രീസ് ആണെന്ന് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൻ്റെ ലോജിക്ക് മനസ്സിലാക്കിയാണല്ലോ, ഭയങ്കര എളുപ്പം പിള്ളേരെ. എങ്ങനെ വന്നാലും നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നോക്കേണ്ട കാര്യം പ്രീമിയം മെത്തേഡ് ആണോ എന്ന് ആദ്യം കണ്ടുപിടിക്കണം. നമുക്ക് ഗുഡ് വില്ലിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് തരാം. ഗുഡ് വില്ലിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നിങ്ങളോട് ജേണൽ എൻട്രീസ് എഴുതാൻ വേണ്ടിയിട്ട് പറയും. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ആദ്യം നോക്കേണ്ടത് ക്വസ്റ്റ്യനിൽ എവിടെയെങ്കിലും പുതിയ പാർട്ട്ണർ ഇത്ര ഗുഡ് വില്ല് കൊണ്ടുവന്നു എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കാം. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോയെന്നുണ്ടെങ്കിൽ അത് പ്രീമിയം മെത്തേഡാണ്. അത് ഫസ്റ്റ് കൺഫേം ചെയ്യാം. പിന്നെ ഒന്നും നോക്കണ്ട, ഈ ഓർഡർ അനുസരിച്ചിട്ട് ഈ ജേണൽ എൻട്രീസ് അങ്ങോട്ട് കൊടുത്താൽ മതി. ഇത് നമ്മുടെ ബാച്ചിലെ നോട്ടാട്ടോ, ബാച്ചിലെ എക്സ്ക്ലൂസീവ് നോട്ടാണ്. അപ്പോൾ ഇങ്ങനെയുള്ള നോട്ട്സും വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് അക്കൗണ്ടൻസിയും മറ്റ് സബ്ജക്ട്സ് ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ അതിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെക്കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഇപ്പോഴേ മെസ്സേജ് ചെയ്ത് ജോയിൻ ചെയ്താൽ ഓണപ്പരീക്ഷ നമുക്ക് അടിച്ചു പൊളിക്കാം. സോ ഫസ്റ്റ് അപ്പോൾ പിന്നെ പ്രീമിയം മെത്തേഡാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കണ്ട, അങ്ങോട്ട് ജേണൽ എൻട്രി എഴുതി പോക്കോ. എൻ്റെ എമൗണ്ട് ക്വസ്റ്റ്യൻ നോക്കി അങ്ങോട്ട് എഴുതിയാൽ മതി. ന്യൂ പാർട്ട്ണർ ക്യാപിറ്റൽ കൊണ്ടുവന്നു എന്ന് പറയും. അപ്പോൾ ആ ക്യാപിറ്റലിൻ്റെ എൻട്രി കൊടുക്കണം. ക്യാപിറ്റൽ കൊണ്ടുവരുമ്പോൾ ബിസിനസ്സിലേക്ക് ക്യാഷ് വന്നു, അതുകൊണ്ട് ക്യാഷിനെ ഡെബിറ്റ് ചെയ്യണം. പാർട്ട്നേഴ്സിന് എന്തെങ്കിലും കിട്ടുമ്പോൾ അവർ ക്രെഡിറ്റ് ചെയ്യും. അപ്പോൾ അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് അത് പോകുക. സോ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ന്യൂ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. അപ്പോൾ ഫസ്റ്റ് എൻട്രി എപ്പോഴും നമ്മൾ എന്താ കൊടുക്കേണ്ടത്? പ്രീമിയം മെത്തേഡ് ആണെന്ന് കൺഫേം ചെയ്തിട്ട് പാർട്ട്ണർ ക്യാപിറ്റൽ കൊണ്ടുവരുമ്പോൾ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ന്യൂ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. രണ്ടാമത് അയാൾ ഗുഡ് വില്ല് കൊണ്ടുവന്നു എന്നാണല്ലോ ക്വസ്റ്റ്യനിൽ പറഞ്ഞത്. അപ്പോൾ ഗുഡ് വില്ല് കൊണ്ടുവന്ന എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ഗുഡ് വിൽ. മേ ബി സ്കൂളിൽ നിങ്ങൾ ഇത് കമ്പൈൻ ചെയ്തിട്ടായിരിക്കും പഠിപ്പിച്ചിട്ടുണ്ടാവുക. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ഗുഡ് വിൽ ടു ന്യൂ പാർട്ട്ണർ ക്യാപിറ്റൽ. അങ്ങനെയൊക്കെ വരുമ്പം നിങ്ങൾക്ക് ഏത് എമൗണ്ട് എവിടെ എഴുതണം ഒരു കൺഫ്യൂഷൻ വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാ തവണയും പിള്ളേരെ പഠിപ്പിക്കാറുള്ളത് ഇങ്ങനെയാണ്. അത് നമുക്ക് കൺഫ്യൂഷൻ ഇല്ല. ക്യാപിറ്റൽ കൊണ്ടുവന്ന എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ന്യൂ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. ഗുഡ് വിൽ കൊണ്ടുവന്ന എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ഗുഡ് വിൽ. ഓക്കെ, ദെൻ മൂന്നാമത്തതിനെ പറ്റിയിട്ട് ക്വസ്റ്റ്യനിൽ ഒരിക്കലും പറയില്ല. പക്ഷെ നമ്മൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ഓർമ്മ വരുള്ളൂ. ഗുഡ് വില്ല് കൊണ്ടുവന്നു എന്ന എൻട്രി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചിന്തിക്കാതെ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് അടുത്തതായിട്ട് കൊടുക്കേണ്ട എൻട്രി ഗുഡ് വില്ല് ഓൾഡ് പാർട്ട്നേഴ്സിന് വിതരണം ചെയ്യുന്ന എൻട്രിയാണ്. കാരണം പുതുതായിട്ട് വരുന്ന പാർട്ട്ണർ ഗുഡ് വില്ല് കൊണ്ടുവരുന്നത് ഓൾഡ് പാർട്ട്നേഴ്സിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഓൾഡ് പാർട്ട്നേഴ്സിന് കൊടുക്കണം. ഓൾഡ് പാർട്ട്നേഴ്സിന് എന്തെങ്കിലും കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും കിട്ടുമ്പോൾ അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിന് എന്ത് ചെയ്യണം? എപ്പോഴും ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ഗുഡ് വില്ല് കിട്ടാല്ലേ ഓൾഡ് പാർട്ട്നേഴ്സിനെ ക്രെഡിറ്റ് ചെയ്യുക ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. എന്താ കിട്ടുന്ന? ഗുഡ് വില്ല്. അപ്പോൾ അതുകൊണ്ട് ഗുഡ് വില്ല് ഡെബിറ്റ് ചെയ്തു. സോ ഗുഡ് വിൽ അക്കൗണ്ട് ഡെബിറ്റ് ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. അത് സാക്രിഫൈസിങ് റേഷ്യോയിൽ വേണം ചെയ്യാൻ. ഇതിൻ്റെ പ്രോബ്ലം നെക്സ്റ്റ് വീഡിയോയിലായിട്ട് ചെയ്യാട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് പ്രീമിയം മെത്തേഡ് ആണെന്ന് കൺഫേം ചെയ്തു. അപ്പോൾ ആദ്യത്തെ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ന്യൂ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. ഗുഡ് വില്ല് കൊണ്ടുവന്ന എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ഗുഡ് വിൽ. കൊണ്ടുവന്ന ഗുഡ് വില്ല് വിതരണം ചെയ്യുന്ന എൻട്രിയാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കേണ്ടത്. അതാണ് ഗുഡ് വിൽ ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് സാക്രിഫൈസിങ് റേഷ്യോയിൽ. ഇനി ലാസ്റ്റ് എൻട്രി ആണ്. ഇപ്പോൾ നമ്മളോട് പറഞ്ഞേക്കാണ് ഓൾഡ് പാർട്ട്നേഴ്സ് അവരുടെ ഗുഡ് വില്ല് വിഡ്രോ ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട് എന്ന് നമ്മൾ കൊടുക്കണം. ഒന്നും പറഞ്ഞില്ല, ബിസിനസ്സിൽ റീറ്റെയിൻ ചെയ്ത് വെച്ചു എന്ന് പറയുന്നതെങ്കിൽ നാലാമത്തെ എൻട്രി കൊടുക്കേ വേണ്ട. ഓക്കെ, ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം. ആദ്യം ക്യാപിറ്റൽ കൊണ്ടുവന്ന എൻട്രി, ദെൻ ഗുഡ് വില്ല് കൊണ്ടുവന്ന എൻട്രി, കൊണ്ടുവന്ന ഗുഡ് വില്ല് വിതരണം ചെയ്ത എൻട്രി, ദെൻ ആ കിട്ടിയ ഗുഡ് വില്ല് അവർ പിൻവലിച്ചു വിഡ്രോ ചെയ്തു എന്ന് പറഞ്ഞാൽ മാത്രം ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ടു ക്യാഷ് അക്കൗണ്ട്. ക്യാഷ് പോകാനല്ലോ, അപ്പോൾ ടു ക്യാഷ്. അവരുടെ അക്കൗണ്ടിൽ നിന്ന് കുറയല്ലേ, അതുകൊണ്ടാണ് അവർ ഡെബിറ്റ് ചെയ്തിരിക്കുന്നത്. അതാണ് അതിൻ്റെ ലോജിക്ക്. ഓക്കെ, അപ്പോൾ ഒന്നും പറഞ്ഞില്ല, ബിസിനസ്സിൽ റിട്ടേൺ ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മളതിന് ഒന്ന് എൻട്രി കൊടുക്കേണ്ട, ആദ്യത്തെ 3 എൻട്രി മാത്രം കൊടുത്താൽ മതി. വളരെ ഈസി ആയിട്ട് ഈ ചോദ്യം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇപ്പോൾ യൂട്യൂബിലാകുമ്പോൾ നമ്മൾ കുറച്ചധികം സ്പീഡിൽ പറഞ്ഞു പോകും, ടൈമിൻ്റെ ലിമിറ്റേഷൻ കൊണ്ട്. നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്താൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഓരോ കൺസെപ്റ്റ്സും കറക്റ്റാക്കി മനസ്സിലാക്കി പഠിക്കാം. ഒത്തിരി പേര് ജോയിൻ ചെയ്തു. നിങ്ങൾ ആരെങ്കിലും ജോയിൻ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. അതല്ല യൂട്യൂബിലൂടെ ആണെങ്കിലും നമ്മൾ ക്വാളിറ്റി ക്ലാസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ വീഡിയോസ് കാണാം. താങ്ക് യു സോ മച്ച്.